ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ, വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാനും ദൈവത്തിന്റെ വചനവുമായി ആ, നിൽപ്പാനും ദൈവം ഒരുക്കി തന്ന എല്ലാ നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ, ഒത്തിരി പുറകിലോട്ട് പുറകിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ, ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വാക്യം കാണാൻ കഴിയുന്നുണ്ടോ? യെസ്. ആ, ചെറുതായിട്ടാണോ അതോ വലുതായിട്ടാണോ? ചെറുതായി. ഓക്കെ. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വരുന്നില്ല. ഓക്കെ, ലീവ് ചെയ്തിട്ട് കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ പോവാം. ലാസ്റ്റ് ടൈം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുന്നുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓർമ്മ? നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞ്. ഇൻട്രൊഡക്ഷൻ ഭാഗം ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ഭാഗത്തിലേക്ക് ഇനി കയറുന്നില്ല. നമ്മൾ ടോപ്പിക് ഡിവിഷനിലേക്ക് വന്നു. ഫസ്റ്റ് ടോപ്പിക് ഡിവിഷൻ എന്ന് പറയുന്നത് ആ, ആദ്യത്തെ ടോപ്പിക് ഡിവിഷൻ എന്താണ്? പോൾ ബൈൻ അപ്പോസ്റ്റൽ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കാനിടയായത്, അല്ലെ? പോൾ ബൈൻ അപ്പോസ്റ്റോൽ എന്ന് വെച്ചാൽ പൗലോസ് ഒരു എന്താ ഒരാൾ, ആരാണ്? അപ്പോസ്തോലനാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അത് പറയാനിടയായി തീർന്നത്? എന്ത് റീസൺ ആയിരുന്നു പൗലോസ് താൻ ഒരു അപ്പോസ്തോലനാണെന്ന് തെളിയിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് തനിക്കുണ്ടായത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചിന്ത വന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ഏതിനെ? പ്ലീസ്, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പറയണം. സമയമില്ല. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറ. എന്ത് കാരണം കൊണ്ടായിരിക്കാം പൗലോസ് താൻ അപ്പോസ്തലനാണെന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ തനിക്കുണ്ടായത്? എന്ത് കാരണമായിരിക്കാം അതിന്? ഏത് റീസൺ ആയിരിക്കാം? പറഞ്ഞോ പറഞ്ഞോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഗലേഷ്യൻസ് പീപ്പിളിന് കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സെൽഫ് എക്സാക്ട്ലി. യാ. എന്ത് ഡൗട്ട് ആയിരുന്നു അവർക്ക്? അവരുടെ ഡൗട്ട് എന്തായിരുന്നു? ഈ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? എന്ത് കാരണമാണെന്നുള്ളത് വല്ല ഓർക്കുന്നുണ്ടോ? പൗലോസ് 12 ഡിസൈപ്പിൾസിനകത്തുള്ളതല്ല, അതുകൊണ്ട് അവനെ ആ ആ അപ്പോയിന്റ് ചെയ്തത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒന്നാമത് നമുക്ക് അതിന് ഇങ്ങനെ കൊടുക്കാം. ഗലാത്യ സഭയ്ക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗലാത്യ സഭയ്ക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്തായിരുന്നു അദ്ദേഹത്തെ അംഗീകരിക്കാനുള്ള കാര്യം? അതിന് രണ്ട് കാരണങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ വാക്യം ഇങ്ങനെയാണ്: ആ, മനുഷ്യനാലുമല്ല. ആ വാക്യം ഒന്ന് വായിച്ച ആരെങ്കിലും ഒരാൾ. മനുഷ്യനാലുമല്ല, മനുഷ്യരാലുമല്ല. ആ ആ, യേശു യേശു ക്രിസ്തുവിനാൽ ക്രിസ്തുവിനാൽ. വായിച്ചോ. യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ ആ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാർക്കും ഗലാത്യ സഭകൾക്കും എഴുതുന്നത്. എഴുതുന്നത്. അപ്പം അവിടെ അവിടെ ഇങ്ങനെയാണ് പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് എന്ന മനുഷ്യന്റെ അപ്പോസ്തോലത്വത്തെ കുറിച്ച്, അല്ലെങ്കിൽ അപ്പോസ്തോലിക അതോറിറ്റിയെ കുറിച്ച് അവരുടെ ഇടയിൽ ഉണ്ടായ സംശയമായിരുന്നു. ഹി ഈസ് നോട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആരല്ല? അദ്ദേഹം 12 അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് തന്റെ എഴുത്തുകളിൽ ആദ്യത്തെ എഴുത്ത് ഇങ്ങനെ തുടങ്ങുന്നത്. അത് വേറൊരു രീതിയിലും അല്ല തുടങ്ങുന്നത്. മനുഷ്യനാലുമല്ല, മനുഷ്യനിൽ നിന്നുമല്ല എൻ്റെ അപ്പോസ്തോലത്വം വന്നത്, ഇത് യേശു ക്രിസ്തുവിനാൽ വന്നതാണ്. രണ്ട് കാരണങ്ങളാണ് അതിന് നമ്മൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, ഹി ഈസ് നോട്ട് ഫ്രം 12 ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഡയറക്റ്റ് അപ്പോസ്തോലത്വത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയല്ല ആര്? പൗലോസ് എന്ന് പറയുന്ന വ്യക്തി. പത്രോസിനെ പോലെയോ യാക്കോബിനെ പോലെയോ യോഹന്നാനെ പോലെയോ മത്തായിയെ പോലെ അങ്ങനെ 12 അപ്പോസ്തോലിക ഗണത്തിനകത്തുള്ള ഒരാള് അല്ല പൗലോസ് എന്ന് അവരുടെ ഒന്നാമത്തെ വാദം. രണ്ട്, ഇനി അദ്ദേഹം അപ്പോസ്തലനാകണം എങ്കിൽ ഈ ആ, ഈ യെരുശലേം കൗൺസിൽ, അല്ലെങ്കിൽ യെരുശലേമിനകത്തുള്ള ഈ ദൈവദാസന്മാർ, അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ പുറത്തു വന്ന ഒരാളല്ല ആര്? അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ ഈ രണ്ട് വാദങ്ങളായിരുന്നു അവിടെ പ്രധാനമായും നിറഞ്ഞു നിന്നത്. അപ്പൊ ഈ രണ്ട് വാദങ്ങൾ പ്രധാനമായും അവിടെ നിറഞ്ഞു നിന്നതുകൊണ്ട് പൗലോസ് അതിനെ മുൻകൂട്ടി മനസ്സിലാക്കി, ഇവരുടെ ഇടയിലുള്ള വിഷയം ഇന്നതാണെന്ന് മനസ്സിലാക്കി അവിടെ പൗലോസ് വെരി ക്ലിയർലി പറയുന്നു,
പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എൻ്റെ അപ്പോസ്തോലത്വം ഉടലായി വന്നത് അല്ലെങ്കിൽ ഉളവായി വന്നത് മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല. മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല. അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പൗലോസ് എഴുതി വെക്കുകയാണ്. എൻ്റെ അപ്പോസ്തോലത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഡയറക്റ്റ് ആണ്. ദൈവത്തിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് പ്രാപിച്ചതാണ്. ദൈവത്തിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് റിസീവ് ചെയ്തതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നമ്മുടെ നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്കൊരു ഭയങ്കര ബോധ്യം ഉണ്ടാവണം. ഹലോ, നിങ്ങളോട് ഞാൻ പറയുന്ന ആ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് കൺവേ ചെയ്തു പോകണം. ഈ ബൈബിൾ സ്റ്റഡി ആയിട്ട് പോകുമ്പോൾ തന്നെ ചില ദൈവിക സന്ദേശങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറി പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിളിയെക്കുറിച്ചൊരു ഭയങ്കര ബോധ്യം ഉണ്ടാവണം. ഹല്ലേലൂയ. നമ്മുടെ വിളിയെക്കുറിച്ച് ഭയങ്കര ഒരു ചിന്ത നമുക്കുണ്ടാവണം. എന്നെ ആരാ വിളിച്ചത്? ഞാൻ 12 അപ്പോസ്തലൻ. ഇപ്പം ജനം പറയുന്നത് നിങ്ങൾ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല. നിങ്ങൾ അപ്പോസ്തലന്മാരുടെ കൈയാൽ സ്നാനപ്പെട്ടോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കൈയാൽ ശുശ്രൂഷ പ്രാപിച്ചു വന്ന ഒരാളല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവരുടെ ഒരു വിഷയം. അതാണ്. അപ്പോൾ അപ്പോസ്തോലത്വത്തെ കുറിച്ചുള്ള ഒരു അതോറിറ്റി അവിടെ പൗലോസിനെ കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പറയുന്നത്. ഞങ്ങൾ അല്ല, പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യനാലുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല എൻ്റെ അപ്പോസ്തോലത്വം അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചതെന്ന്. അതാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ഇടയെത്തുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അതിന് ഞാനൊരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്: അതർ ഗോസ്പൽ. എന്താണ് അതർ ഗോസ്പൽ? അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷം. ആദ്യത്തതിന് നമ്മൾ എന്താണ് ടൈറ്റിൽ കൊടുത്തത്? ഗലാത്യൻസ് പൗലോസിനെ പോൾ ബൈ ആൻ അപ്പോസ്റ്റോൾ. എന്താ ഡിവിഷൻ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ അതിനെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. മറന്നു പോകരുതേ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പറയാൻ ചെയ്യണം. നമ്മളിത് ബൈബിൾ സ്റ്റഡിയാണ്, പ്രസംഗമല്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പരിപാടിയല്ല. നമ്മളിത് ബൈബിൾ സ്റ്റഡിയാണ്. രണ്ട് സൈഡ് നമ്മൾ ഒരുപോലെ എന്ത് ചെയ്യണം? ഇതിനെ ഉൾക്കൊണ്ടു പോകാൻ ഇടയാണ്. അപ്പൊ അതർ ഗോസ്പൽ അല്ലെ? അതർ ഗോസ്പൽ എന്ന് പറഞ്ഞത് മറ്റൊരു സുവിശേഷം. ഈ മറ്റൊരു സുവിശേഷം എന്ന് പൗലോസ് പറയുന്നത് സത്യത്തിൽ എന്താണ് അവിടെ? നിങ്ങൾ ആ ഭാഗങ്ങളെ ഒന്ന് വായിക്കും. നമുക്കൊരു 6-ാം വാക്യം മുതൽ അതിൻ്റെ ഒരു 10-ാം വാക്യം വരെ ഉള്ള ഭാഗങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് 1 by 1 ആയിട്ട് വായിക്കാം. ഞാൻ അസൈൻ തരാം കേട്ടോ. നിങ്ങൾ ആരും ചുമ്മാതെ എല്ലാവരും ഇരിക്കണ്ട. ആദ്യം ഞാനിത് മലയാളത്തിൽ വായിക്കാൻ പറഞ്ഞു. 6-ാമത്തെ വാക്യം ബ്ലസ്സി വായിക്കും. ഓക്കെ, 6-ാമത്തെ വാക്യം ബ്ലസ്സി വായിക്കും. 7-ാമത്തെ വാക്യം റിൻസി വായിക്കും. 8-ാമത്തെ വാക്യം അക്സ വായിക്കും. 9-ാമത്തെ വാക്യം ജെഫി വായിക്കും. 10-ാമത്തെ വാക്യം ജോമിയ വായിക്കും. ഓക്കെ, സ്റ്റാർട്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ആ നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. മറിയുന്നത് കൊണ്ട്. അപ്പം 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ. ആ വാക്കൊക്കെ എന്താ ഭയങ്കര പവർഫുൾ വേണം അല്ലേ? ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ ആ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ ഭയങ്കര പവർഫുൾ വേണം അല്ലേ? ഈ ബ്ലസ്സിയാണല്ലോ ഈ വാക്യം വായിച്ചത്. അപ്പൊ ഞാൻ ബ്ലസ്സിയോട് തന്നെ ചോദിക്കുക, ഈ ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ആശ്ചര്യപ്പെടുക. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആശ്ചര്യപ്പെട്ടിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? ഹലോ, അതെ. ഭയങ്കര നമ്മൾ ഈ കണ്ണൊക്കെ ഇങ്ങനെ മുഴപ്പിച്ചല്ലേ, നമ്മളിങ്ങനെ നോക്കുക, ഇതെങ്ങനെ സംഭവിച്ചല്ലേ? ഇത് എങ്ങനെ പറ്റി? നമ്മൾ ഈ ആശ്ചര്യഭാവം നമുക്ക് എല്ലാവർക്കും മലയാളത്തിൽ ഈ ആശ്ചര്യപ്പെടുക എന്നൊക്കെ വാക്ക് വളരെ വളരെ രസകരമായ ഒരു പദമാണ്. വളരെ ആശ്ചര്യം. അല്ലേ? നമ്മൾ ഒരു കാര്യം കണ്ടപ്പോൾ എന്നാലും നമ്മൾ ഈ പറയത്തില്ലേ ആശ്ചര്യം. ഇതുപോലെ പൗലോസ് പറയാ, എടാ അത് എങ്ങനെ സംഭവിച്ചു? നിങ്ങൾക്ക് ആ ഫീല് കിട്ടുന്നുണ്ടോ? എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? പൗലോസ് ആശ്ചര്യപ്പെടുകയാണ്. എന്താണ് താൻ ആശ്ചര്യപ്പെടുന്നത്? എടാ ഇത്ര വേഗത്തിൽ, ഇത്ര വേഗത്തിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക്.
അപ്പൊ അവിടെ രണ്ട് മൂന്ന് വാക്കുകൾക്കൊരു പ്രാധാന്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ട് മൂന്ന് വാക്കുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ ആ വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാക്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അത് ഇത്ര വേഗത്തിൽ നിന്നാണ്. അല്ലേ? ഇംഗ്ലീഷിൽ ആ വാക്ക്, ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ആ വാക്ക് മാത്രം ഒന്ന് പറഞ്ഞ്, വേഗം വേണം, വേഗം വേണം, ക്വിക്കായിട്ട്. ലാഗ് ചെയ്യിപ്പിക്കല്ലേ. അപ്പൊ ഇത്ര വേഗത്തിൽ, So soon. സോ സൂൺ, അല്ലെ? ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറിഞ്ഞു എന്ന് പറയുമ്പോ, ഓ, എനിക്കിങ്ങനെ ചിന്തിക്കുന്നത്, വൈ, എന്തുകൊണ്ടായിരിക്കാം അപ്പോസ്തോലൻ അവിടെ എഴുതുമ്പോ ഇത്ര വേഗത്തിലെന്നൊരു പദം ഉപയോഗിക്കാനുള്ള കാരണം എന്തായിരിക്കും? വാട്ട് യു തിങ്ക്? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഹലോ, ബ്ലസി അല്ലേ വായിച്ചേ? ബ്ലസിയുടെ ചിന്തയിൽ എന്തായിരിക്കും ഇത്ര വേഗത്തിൽ എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? വൈ സോ സൂൺ? നമുക്ക് അടിസ്ഥാനം യോജിക്കുന്നില്ല. ഇല്ലാതെ എന്തോ? അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്. അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്, നമുക്ക് ഒരു ഭാഗം അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ്, അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതിനൊരു ജെന്യുവൻ റീസൺ ഉണ്ട്. ഞാൻ ആ ജെന്യുവൻ റീസണിലേക്കാണ് കൊണ്ടുവരുന്നത്. ഹലോ, ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാവുന്നെന്ന് ചിന്തിക്കുന്നു. ഇത്ര വേഗത്തിൽ നിങ്ങൾ ചോദിക്കോ, അയ്യോ, ഇത്ര പെട്ടെന്നോ? ഇത്ര പെട്ടെന്നാ സഭ? അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ ഇതാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടത്തിൽ ഈ സഭ സ്ഥാപിക്കപ്പെട്ട് താൻ അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി നിന്ന് മറ്റൊരു സ്ഥലം ഫോക്കസ് ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? നിങ്ങളൊന്ന് ഉദ്ദേശിച്ച് നോക്കി. നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് മാറി നമ്മൾ മറ്റൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, ആദ്യം ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളൊരു നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ, ഇത്ര പെട്ടെന്നോ? അയ്യോ, എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയല്ലേ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നേ, കുറച്ച് ദിവസമല്ലേ ആയോളോ, കുറച്ച് സമയമല്ലേ ആയോളോ, അതിനിടയ്ക്ക് ഇത് സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ ആ സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് അധിക സമയം കഴിയുന്നതിന് മുൻപേ ആ സഭയ്ക്കകത്തേക്ക് മറ്റൊരു സുവിശേഷം കയറി വന്നു. സഭ സ്ഥാപിച്ചു കഴിഞ്ഞ് പൗലോസ് തന്റെ മിഷൻ ലൈഫുമായി അടുത്ത ഒരു പ്രദേശങ്ങളിലേക്ക്, അടുത്ത സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതിന് അത്രയും ദൂരം അല്ലെങ്കിൽ അത്രയും സമയം കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു സുവിശേഷം അവരുടെ ഇടയിലേക്ക് വന്നു, അല്ലെങ്കിൽ മറ്റൊരു ദുരുപദേശം അവരുടെ ഇടയിലേക്ക് വന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു പദം ഇവിടെ ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു സുവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ വേറെ ഒരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയി. വെരി കെയർഫുൾ. നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. വചനത്തെ വളരെ ക്ലോസ്ലി പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഒത്തിരി കാലഘട്ടമൊന്നും ആയില്ല സഭ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട്. പൗലോസ് അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ എന്ത് ചെയ്തു? സഭയ്ക്കകത്തേക്ക് ദുരുപദേശത്തിന്റെ ഭയങ്കരമായ സ്വാധീനം സഭയ്ക്കകത്തേക്ക് ഉണ്ടാകാനിടയായി തീർന്നു. അപ്പൊ ഇത്ര വേഗത്തിൽ എന്ന പദം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം വേറൊരു സുവിശേഷത്തിലേക്ക് എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കണം. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് ഈ വാക്യത്തിന്റെ ക്രീം കണ്ടന്റ് ആയിട്ടുള്ള ഒരു പദം. ഈ 6-ാമത്തെ വാക്യത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ട അതിപ്രധാനമായ രണ്ട് പദങ്ങൾ എന്ന് പറയുന്നത് ഇത്ര വേഗത്തിൽ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക്, വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. എങ്ങനെ കഴിയുന്നു? പൗലോസ് ഇതിനെ വളരെ ശക്തമായ താക്കീതോടെ ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെ പറ്റി?
നിങ്ങൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? പൗലോസിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പൗലോസിന് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പൗലോസ് ചോദിക്കോ, ഗലാത്യ സഭയോ, അവരാണോ ഇങ്ങനെ പോയത്? അവരാണോ ഇങ്ങനെ മാറിയത്? ഞാൻ എൻ്റെ സമയങ്ങൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്ത എൻ്റെ ദൈവസഭയാണോ ഈ രീതിയിൽ പെട്ടെന്ന് മാറിപ്പോയത്? കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയിട്ടും നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞോ? ഹലോ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവന്നത്. പൗലോസ് വളരെ ഭയങ്കര വേദനയോടെ തൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര പെയിനായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറിയുമെന്ന് അല്ലെങ്കിൽ മാറുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാവും. അടുത്ത ആരാണ് വായിക്കുന്നത്? പെട്ടെന്ന് വായിച്ചാട്ട്. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അവിടെ പൗലോസ് വീണ്ടും പറയാണ്, അത് വേറൊരു സുവിശേഷമല്ല. പൗലോസ് പറയാം, വേറൊരു സുവിശേഷം എന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിലും അതിനെ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് പൗലോസ് പറയാ, ആ വേറൊരു സുവിശേഷം എന്തെന്നുള്ളതാണ്, നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ച് കളയാൻ, യേശു ക്രിസ്തു എന്ന സുവിശേഷത്തെ, ഞാൻ അങ്ങനെയാണ് ഒന്നുകൂടെ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു എന്ന സുവിശേഷത്തെ മറിച്ച് കളയാൻ അവർ ചിന്തിക്കുന്നു. അത് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലായി എന്താണ് പോൾ അവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പോൾ എന്താണ് അവിടെ മീൻ ചെയ്തതെന്ന് കുറച്ചും കൂടെ താഴോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് എതിരായി, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിപരീതമായി, കർത്താവിന്റെ സുവിശേഷത്തിന് ഒപ്പോസിറ്റായി ആര് എന്ത് എങ്ങനെ പറഞ്ഞാലും അത് റോങ് ആണ്. ഈ കാലഘട്ടം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ചിലർ പറയുന്നു പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. ചിലർ പറയുന്നു പുത്രനെ അംഗീകരിക്കേണ്ട കാര്യമില്ല, പിതാവായ ദൈവം മാത്രം മതി. മറ്റു ചിലർ പറയുന്നു യേശുക്രിസ്തു മാത്രം മതി. മറ്റു ചിലർ പറയുന്നു യേശു ദൈവമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും അംഗീകരിക്കാൻ കഴിയാതെ അതിനെ പഠിപ്പിച്ച് യേശു ദൈവമല്ല എന്നും യേശു ആ, ദൈവികമല്ല, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജീവിതം ദൈവത്വമില്ല എന്നും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. പറഞ്ഞു പോകരുത്. സോ നാം വിശ്വസിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് വളരെ വാല്യുബിൾ ആണ്. അതിനെ ഉൾക്കൊള്ളാനും അതിനെ അനുസരിക്കാനും അതിനെ മനസ്സിലാക്കാനും നാം ബാധ്യസ്ഥരാണ്. അപ്പൊ ആ സുവിശേഷത്തെ കലക്കുന്ന, യേശുവിന്റെ സുവിശേഷത്തെ കലക്കുന്ന എന്താണെങ്കിലും അത് റോങ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അംഗീകരിക്കാതെ അതിനെ കലക്കുന്ന എന്താണെങ്കിലും അത് റോങ് ആണ്. ജഹോവ വിറ്റ്നസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. ഞാൻ ഒന്ന് രണ്ട് പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജഹോവ വിറ്റ്നസ് കൊണ്ട് നിർത്തുകയാണ്. ബി കെയർഫുൾ, വളരെ സൂക്ഷിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തൊക്കെ വിഷവിത്തുകളെ പാകിക്കൊടുക്കുന്ന സമൂഹത്തെ നാം വളരെ 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 വിജിലന്റ് ആയിട്ട് അതിനെ നേരിടണം. യേശു കർത്താവിന്റെ ദൈവത്വത്തെയും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ഖണ്ഡിക്കുന്ന, ആ സുവിശേഷം അല്ല സുവിശേഷം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മേഖലകളെ നാം ശക്തിയുക്തമായി എതിർക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ നാം വിശ്വസിക്കുന്ന, നാം മുറുകെ പിടിക്കുന്ന ആ ഫെയ്ത്തിനെ ഉൾക്കൊള്ളാനും അതിനെ മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ.
എന്നാൽ ഞങ്ങൾ ആരാണ് പറഞ്ഞേ പെട്ടെന്ന്? ഞാൻ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ആ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. ഓ, എന്നാ പവർ അല്ലേ ആ വേർഡിന്. ഹലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞ ഈ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും യേശുക്രിസ്തുവിന്റെ ജീവിതത്തെയും യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുദ്ധാനം, ഈ വിഷയങ്ങൾക്ക് വിപരീതമായി ഞങ്ങളാകട്ടെ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഡയറക്റ്റ് ഇറങ്ങി വന്നിട്ട് പറയാണ് ആ സുവിശേഷം തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താ നമ്മളെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഹലോ ഹലോ, കുഞ്ഞുകളിയല്ല. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ സമൂഹം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് വെരി കെയർഫുൾ. നമ്മൾ ഒത്തിരി വിജിലൻ്റായി ജീവിക്കേണ്ട, മൂവ് ചെയ്യേണ്ട ഒരു സമയത്തെയാണ് നാം നിൽക്കുന്നത്. അത് നാം മറന്നു പോകരുത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യോടെ വായിച്ചാട്ടെ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ആ ഇപ്പോൾ പിന്നെയും പറയുന്നു, ഉം. നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതെ, വീണ്ടും പൗലോസ് പറയാണ് സുവിശേഷത്തിന് ഞങ്ങൾ പറഞ്ഞതിന് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യമൊക്കെ ഒരേപോലെ വീണ്ടും പൗലോസ് എടുത്തുറപ്പിച്ചു പറയുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിന് അത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ഇനി ഇതിനകത്ത് നമ്മൾ പറയത്തില്ല ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയും അതിനകത്ത് ഇനി ഒരു ചോദ്യം ഇല്ല, അതിനകത്ത് ഇനി നമ്മളൊരു ഡിസ്കഷൻ ഇല്ല, അത് അങ്ങനെ തന്നെ എന്ന് പൗലോസ് ഊട്ടി ഉറപ്പിച്ച്. നമ്മൾ ഇപ്പൊ ഒരു കാര്യം നമ്മളോട് ഒരാൾ ചോദിക്കുക അത് അങ്ങനാണോ പാസ്റ്ററെ, നമ്മൾ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്, പിന്നെയും നമ്മളോട് ചോദിക്കാൻ വരുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ, അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല, അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല. ഇതുപോലെ പൗലോസ് ഈ വിഷയത്തിന് അടിത്തറയിട്ട് ഉറപ്പിക്കുകയാണ്. ഞങ്ങളാകട്ടെ വേറെ ആരെങ്കിലും ആകട്ടെ ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഞങ്ങൾ പറഞ്ഞ സുവിശേഷമാണ്, അതിന് മാറ്റമില്ല. എന്താണ് പൗലോസ് ഇത്ര വളരെ ശക്തമായി ഇതിനെ പറയാൻ കാരണം? അടുത്തൊരു വാക്കോടെ വായിച്ചിട്ട് ഞാനത് പറയാം. വായിച്ചാട്ടെ, ലാസ്റ്റ്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് കണ്ടോ? വായിച്ചോ. അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ആ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. കഴിയില്ല. അടുത്തൊരു പോർഷനിലേക്കുള്ള ഒരു യാത്രയാണ് ആ വാക്യത്തിന് തുടക്കം. അപ്പം ഈ അതർ ഗോസ്പൽ എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? സുവിശേഷം എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളാവുന്നതും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എന്താണ് സുവിശേഷം? സിമ്പിൾ വേയിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാണ് സുവിശേഷം. ഇതാണ് സുവിശേഷം. ഇതിനകത്തൂടെ കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെട്ടു വന്ന സ്ഥലങ്ങളുണ്ട്, ഇതിനകത്തൂടെ കർത്താവിൻ്റെ മനുഷ്യത്വം വെളിപ്പെട്ടു വന്ന സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ സന്ദർഭങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതും കൂടെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നാൽ നമുക്കതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ദിസ് ഈസ് അവർ മാനുവൽ. ഇതാണ് നമ്മുടെ മാനുവൽ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആ സുവിശേഷത്തെ ഉൾക്കൊള്ളാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സോ എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഇതിനെ ഇങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ത്? പുറകോട്ടുള്ള വാക്യങ്ങൾ 11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്കതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യം പൗലോസ് തന്നെ കുറിച്ച് പറയുകയാണ് എൻ്റെ അപ്പോസ്തോലത്വം, അല്ലെങ്കിൽ തൻ്റെ അപ്പോസ്തോലിക അതോറിറ്റി എന്ന വിഷയത്തെ പൗലോസ് ഒന്നും കൂടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്.
ഇപ്പോൾ പൗലോസ് വീണ്ടും പറയുകയാണ്, ഇത്ര പെട്ടെന്ന്, ഇത്ര വേഗത്തിൽ നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക്, വേറൊരു ക്രിസ്തുവിലേക്ക് മാറുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പൗലോസ് അത് പറയുമ്പോഴൊക്കെ ഒത്തിരി പെയിൻഫുൾ ആയിട്ടാണ് പറയുന്നത്, അല്ലേ? ഒത്തിരി പെയിൻ ആയിട്ടാണ് പറയുന്നത്. എന്നാലും ഇത്ര പെട്ടെന്ന് നിങ്ങൾ മാറിയോ? ആ വാക്കിനെ പിന്നെയും പോൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇനി അത് ഞാനല്ല, ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, വേറെ ആരെങ്കിലും ആകട്ടെ, ആ സുവിശേഷത്തിന് വിരോധമായ ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായ ഒരു കാര്യം നിങ്ങളെ വന്ന് ധരിപ്പിച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ പ്രൂവ് ചെയ്തപ്പെട്ടാൽ, അത് ശപിക്കപ്പെട്ടവനാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വിശ്വസിക്കുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇന്ന് രാത്രി നമ്മൾ വളരെ ശാന്തമായ ക്ലാസ്സിനകത്ത് ഇങ്ങനെ പോവുകയായിരുന്നു. എൻ്റെ ചോദ്യം, കർത്താവിൻ്റെ ആ ഒരു ഗോസ്പലിനെ, അല്ലെങ്കിൽ ആ ഒരു സുവിശേഷത്തെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവിനോടാണ്, കർത്താവ് ആ സുവിശേഷത്തെ ഒന്ന് അറിയാൻ, എന്നെ ആരും തെറ്റിക്കരുത്, എന്നെ ഒരു മനുഷ്യനും തെറ്റിക്കരുത്, തെറ്റിപ്പോകാൻ ഞാൻ ഇടയാകരുത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു സുവിശേഷത്തിലേക്ക് ഗലാത്യ സഭ പെട്ടെന്ന് മാറിപ്പോയതുപോലെ നമ്മൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് മാറാൻ ഇടയാകരുത്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങളെ തന്നെ ഒന്ന് ദൈവസന്നിധി സമ്പൂർണ്ണമായി ഇന്ന് നമ്മൾ കേട്ട ദൈവിക വചനത്തിനകത്തേക്കും ആ ക്ലാസ്സിനകത്തേക്കും നമ്മുടെ ഹൃദയത്തെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്ലീസ്. വേറൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ദുരുപദേശത്തിലേക്ക് ഒത്തിരി പേർ വന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുമായിരിക്കാം. ബട്ട് വി കോൺസെൻട്രേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തെ ഫോക്കസ് ചെയ്യണം. വചനം പറയുന്നത് നമുക്ക് കേൾക്കാം. പരിശുദ്ധാത്മാവും ദൈവവചനവും പറയുന്നതാണ് നമ്മുടെ ആധാരം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും നിങ്ങളെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ വചനത്തിനകത്ത് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ വചനത്തിന്റെ പത്യോപദേശത്തിനകത്ത് ജീവിപ്പാൻ ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഈ വചനം അത് ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാണല്ലോ. ഞങ്ങൾ ഈ വചനത്തെ വിശ്വസിക്കുന്നു. പൗലോസ് കർത്താവെ ഗലാത്യ സഭയെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത്ര വേഗം മറ്റൊരു സുവിശേഷത്തെ, ക്രിസ്തുവിനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി എന്ന് കേൾപ്പാനിടയായല്ലോ. കർത്താവെ, ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകല്ലേ. ഞങ്ങൾ കർത്താവിനെ മുറുകെ പിടിപ്പാനിടയാകണമേ. ഞങ്ങളുടെ സഭയെ ഒരുമിച്ച് ഞങ്ങൾ ദൈവരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ പത്യോപദേശത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കൃപ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.